യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സൂര്യ, നിങ്ങളെപ്പോ വന്നു? ഇപ്പൊ വന്നുള്ളൂ മോളെ. നിനക്ക് സുഖാണോ? എന്തായാലും മോളെ നീ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, ഞങ്ങൾക്കത് മതി. അമ്മയും ബാനും കൂടി വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. സൂര്യേട്ടൻ ചേച്ചിയെ നല്ലോണം നോക്കുന്നുണ്ടെന്നും പറഞ്ഞു. എന്തായാലും സൂര്യയുടെ ആഗ്രഹം പോലെ നിങ്ങൾ രണ്ടുപേരും ഒന്നായില്ലേ മോളെ? ഇനി ഒരുപാട് കാലം നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. നിങ്ങൾ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേ ഉള്ളൂ. മനസ്സ് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. ഞാനിപ്പോ വരാവേ. സേതുവേട്ടൻ എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തിനാ സൂര്യ ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കുന്നത്? സത്യം പറഞ്ഞ ഞാൻ അല്പം അമിത സ്വാതന്ത്ര്യം എടുത്തിട്ട് ഭാവനയുടെ കഴുത്തിൽ താലി കെട്ടിയത്. അപ്പോ ഞാനങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്തെങ്കിലും മുന്നിൽ കാണാതെ ഏട്ടൻ അങ്ങനെ തീരുമാനം എടുക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഏട്ടാ ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. ഭാവനയുടെ ജീവിതത്തിലേക്ക് വരേണ്ട സമയം കഴിഞ്ഞു സേതുവേട്ട. ഞാനിത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഭാവനയ്ക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സേതുവേട്ടൻ തന്നെ ഒരിക്കൽ ഭാവനയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നല്ലേ. അന്ന് നിങ്ങളുടെ വല്യച്ഛനും ആ നിരഞ്ജനും കൂടിയല്ലേ അതില്ലാതാക്കിയത്. ഒന്നല്ലല്ലോ, പലതവണ ഞാൻ ഭാവനയെ താലി കെട്ടാൻ ഒരുങ്ങിയതല്ലേ. അപ്പോഴൊക്കെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ എന്റെ മുന്നിൽ വന്നത്. ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനമായല്ലോ. സേതുവേട്ടൻ നോക്കിക്കോ, ഭാവനയും ഞാനും സന്തോഷത്തോടെ ജീവിക്കുന്നത് പലരും കാണാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ സന്തോഷം കെടുത്താൻ ഒരാളെ ഞങ്ങൾ അനുവദിക്കില്ല. താങ്ക് യു. എടുക്ക. വേണ്ട മനസ്സ്, ഞാൻ നേരത്തെ കുടിച്ചല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ദാ പിടിച്ചേ. വേണ്ട. പിടിക്ക് സൂര്യ. പിടിച്ചേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, കുടിക്ക് കുടിക്ക് കുടിക്ക്. കേട്ടോ ചേട്ടാ, ഈ സൂര്യക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ. നമ്മൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഭാവനയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ, എല്ലാത്തിനും ഞാൻ തന്നെ വേണം. അല്ല, ആന്റി എന്നോട് പ്രത്യേകം പറഞ്ഞിരിക്കുക സൂര്യ ശ്രദ്ധിക്കാൻ. ഒടുവിൽ ഭാവന റെഡിയാവുമ്പോ സൂര്യ ഒരു പരുവാകും. അതിന് ഞാൻ എന്തായാലും അനുവദിക്കില്ല. അല്ല, നിങ്ങൾ കുടിക്ക. കുടിക്ക സൂര്യ. അല്ല, ഭാവന വിഷമിക്കണ്ട, സൂര്യ റെഡിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അതൊരു പാവം പെണ്ണാ സേതുവേട്ട. ഭാവനയ്ക്ക് വലിയ കാര്യ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ മോളെ. സൂര്യ, ഇടയ്ക്ക് വരാം. ശരി സേതുവേട്ട. പോട്ടെ മോളെ. ചേച്ചി ഭാവനയുടെ ഏറ്റവും വലിയ ശത്രുക്കളാ വിജയപത്മനും ജാനകിയും. സ്വന്തം വെള്ളിച്ചനും വെള്ളിയമ്മയും തന്നെ ശത്രുക്കളാവണമെങ്കിൽ ഭാവന അത്രമാത്രം അവരെ ദ്രോഹിച്ചിട്ടുണ്ടാവും അല്ലേ? ദ്രോഹിച്ചിട്ടുണ്ടോന്നോ? ദ്രോഹിച്ചിട്ടേ ഉള്ളൂ. മോക്കറിയോ, ഈ ഭാവനയാ വിജയപത്മന്റെ 2 മക്കളുടെയും ഭാവി ഇല്ലാതാക്കിയത്. മകനേതോ ഒരു പാചകക്കാരന്റെ മകളെ വിളിച്ചോണ്ട് വന്നതും
മകളെ സൂര്യയുടെ ഫ്രണ്ട് മോനി കല്യാണം കഴിച്ചതും ഒക്കെ ഈ ഭാവന കാരണം. താങ്ക്സ് മോനി. മോനി ആ പെണ്ണിനെ കെട്ടിയതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഒരു അവസരം വന്നത്. മോളെന്താ ആലോചിക്കുന്നത്? വേറൊന്നും അല്ല ആന്റി. അല്ല, രണ്ട് മക്കളുടെയും ഭാവി നഷ്ടപ്പെട്ട ആ പാവ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ. പാവങ്ങള്. അങ്ങനെ തീരെ പാവങ്ങളൊന്നും അല്ല മോളെ. അവരുടെ കയ്യിലും ചില നമ്പറുകളൊക്കെ ഉണ്ട്. കൂടുതൽ അടുക്കാനൊന്നും പോണ്ട. വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നിൽക്കുന്ന നിൽപ്പില് മറുകണ്ഠം ചാടിക്കളയും. അതും ഒരാളല്ല, രണ്ടുപേരും ഒരുമിച്ച്. ഭയങ്കര ഐക്യാണല്ലോ ആന്റി. മോൾ എന്ത് കണ്ടു? ഇനി കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. ഭാവനയുടെ നാശം കാണാൻ വേണ്ടി ഏതറ്റം വരെയും വിജയപത്മനും ജാനകിയും പോവും. അപ്പോ ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണല്ലോ. ആന്റി, ഭാവനയെ പാർക്കിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയാൻ സൂര്യ മാക്സിമം ശ്രമിക്കും. ആന്റിയാണ് അതിന് പിന്നിലെന്ന് അറിയാൻ ഇടവരരുത്. അവന്റെ നോട്ടത്തിന് പിന്നിൽ ഉറപ്പായിട്ടും എന്നെ സംശയമുണ്ട്. ഞാനത് കണ്ടതായിട്ട് ഭാവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളിന്ന് ട്രാക്ക് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായില്ല. ഈ കൊല്ലും കൊലയും മാറ്റി വെച്ചിട്ട് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിച്ചാലോ? അതിനാദ്യം സൂര്യയെ ഭാവനയുടെ അടുത്ത് നിന്ന് മാറ്റണം. അതൊരിക്കലും നടക്കില്ല മോളെ. ഓഫീസ് കാര്യങ്ങളിൽ പോലും അവനിപ്പോ ശ്രദ്ധയില്ല, അറിയോ? അതിനൊക്കെ വഴിയുണ്ട് ആന്റി. ആന്റി നോക്കിക്കോ, സൂര്യയെ കൊണ്ട് ഞാൻ ഇനി എന്തൊക്കെയാ ചെയ്യിക്കാൻ പോകുന്നതെന്ന്. ആദ്യം ഞാൻ സൂര്യ ഓഫീസിലേക്ക് പറഞ്ഞേക്കും. മോളെ, നീ വിചാരിക്കും പോലെ അതിത്ര നിസ്സാര കാര്യമല്ല. ആന്റി നോക്കിക്കോ, നമ്മൾ അല്പം മനസ്സ് വെച്ചാ ചിലതൊക്കെ നടക്കും ആന്റി. എന്നാ പിന്നെ നിനക്ക് എന്തുകൊണ്ട് സൂര്യയുടെ മനസ്സിലൊരു സ്ഥാനം പിടിച്ചൂടാ? എന്റെ ആന്റി, എന്നെ സംബന്ധിച്ച് അത് അത്ര വലിയ കാര്യമൊന്നും അല്ലെന്നേ. എന്ന് വെച്ചാ ഒരു പെണ്ണിന്റെ സ്ഥാനം തട്ടിയെടുക്കുന്ന കാര്യമാണ് ആന്റി ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. ആന്റി എന്താ ഉദ്ദേശിച്ചത്? ഈ എന്റെ സ്ഥിരം തൊഴിൽ ഇത് തന്നെയാണെന്നാണോ? ഹേയ്, മോളൊരിക്കലും അത്ര കാര്യമല്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സ് ഞാൻ കളയും ആന്റി. എന്റെ ദൗത്യം ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. ആന്റി നോക്കിക്കോ, ഭാവനയെ സൂര്യയുടെ മനസ്സിൽ നിന്ന് ഞാൻ ഇറക്കുകയും ചെയ്യും, പകരം ഞാൻ ഇവിടെ കയറിയിരിക്കുകയും ചെയ്യും. അത് മതി മോളെ. ഈ ഒരു ഉറപ്പ് ആന്റിക്ക് കിട്ടിയാ മതി. പിന്നെ ആന്റി, അച്ഛൻ എന്തോ കാശിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെന്തായി? അത് ഓക്കെയാണ് മോളെ, ഞാൻ കൊടുത്തോളാം. ആന്റി കൊടുക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ അച്ഛൻ അത്ര വിശ്വാസം വന്നിട്ടില്ല. എന്തുപറ്റി? ഏട്ടൻ വല്ലതും പറഞ്ഞോ? അല്ല, അച്ഛൻ എന്നോട് ചോദിച്ചു ദുബായിലെ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ. എന്താ പെട്ടെന്നൊരു മാറ്റമെന്ന് ചോദിച്ചപ്പോ പറയാന്നാ പറഞ്ഞത്. പിന്നെ അമ്മയാ പറഞ്ഞത് ഈ കാശിന്റെ കാര്യം. ഞാൻ ഇന്ന് തന്നെ കാശ് കൊടുക്കാം മോളെ. മോൾ അച്ഛനോട് പറഞ്ഞേക്ക്. ഓക്കെ ആന്റി. പിന്നല്ല അച്ഛാ, നമ്പർ 8.